രണ്ട് രാജാക്കന്മാർ അധ്യായം 13. യഹൂദ രാജാവായ അഹസ്യാവിന്റെ മകനായ യോവാശിന്റെ 23-ാം ആണ്ടിൽ യേഹൂവിന്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിന്റെ രാജാവായ ശമരിയയിൽ 17 സംവത്സരമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമാകുകയും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ അരാം രാജാവായ ഹസായേലിന്റെ കയ്യിലും ഹസായേലിന്റെ മകനായ ബെൻഹദദിന്റെ കയ്യിൽ നിരന്തരം വിട്ടുകൊടുത്തു. എന്നാൽ യഹോവാഹാസ് യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചു. അരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവന്റെ അപേക്ഷ കേട്ടു. യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരെങ്കിലും വസിപ്പാൻ സംഗതി വന്നു. എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാം ഗൃഹത്തിന്റെ പാവങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. അശേര പ്രതിഷ്ഠയ്ക്ക് ശമരിയിൽ നീക്കം വന്നില്ല. അവൻ യഹോവാഹാസിന് 50 കുതിരയെ 10 രഥങ്ങളെ 10,000 കാലാളുകളെ വല്ലാതെ പറ്റി യാതൊരു പടജയത്തെയും ശേഷിപ്പിച്ചില്ല. അരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു. യഹോവാഹാസിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ അവൻ ചെയ്തൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തിയും ഇസ്രായേൽ രാജാക്കന്മാർ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. യഹോവാഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോവാശ് അവൻ വേറെ രാജാവായി. യഹൂദരാജാവായ യോവാശിന് 37-ാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാശ് ഇസ്രായേലിന്റെ രാജാവായി ശമരിയയിൽ 11 സംവത്സരമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമാകുകയും ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ സകല പാവങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. യോവാശിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തൊക്കെയും യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാർ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോവാശ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. യൊരോബെയാം സിംഹാസനം കയറി. യോവാശിനെ ശമരിയയിൽ ഇസ്രായേൽ രാജാക്കന്മാരോട് കൂടെ അടക്കം ചെയ്തു. ആ കാലത്ത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന്മീതെ കുഴിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്കാമെന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലുമേൽ വെക്കാമെന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്കാമെന്ന് അവൻ പറഞ്ഞു. അവനത് തുറന്നപ്പോൾ ഏക എന്ന് എലീശ പറഞ്ഞു. ഏതാറെ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് ശേഷം സംഹരിക്കുമെന്ന് പറഞ്ഞു. അമ്പെടുക്കാമെന്ന് അവൻ പറഞ്ഞു. അവനെടുത്ത് നിലത്തടിയാന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച ശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബിന്റെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചില ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. എലീശയുടെ സ്ത്രീകളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. എന്നാൽ യഹോവാഹാസിന്റെ കാലത്തൊക്കെയും അരാമ്യ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലവും തോന്നി. അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ് എന്നിവരോടുള്ള തന്റെ ദൈവ നിമിത്തം അവനവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിക്കാൻ അവന് മനസ്സായില്ല. ഇതുവരെ തന്റെ സമൂഹത്തിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞുമില്ല. അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബെൻഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിന്റെ മകനായ യഹോവാശ് തന്റെ അപ്പനായ യഹോവാഹാസിനോട് ഹസായേൽ യുദ്ധത്തെ പിടിച്ചിരുന്ന പട്ടണങ്ങളെ തന്നെ അവന്റെ മകനായ ബെൻഹദദിനോട് തിരികെ പിടിച്ചു. 3 പ്രാവശ്യം യോവാശ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു.